ഇന്ന് ഞാനൊരു റമദാൻ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ നോക്കിയതാണ്. അപ്പോൾ കണ്ടോക്കിയിട്ട് അഭിപ്രായം പറയും. രാവിലെ എണീക്കാൻ ഒരു 10-11 മണിയാവും. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് അപ്പ് ആയതിനു ശേഷം ഞാൻ ഈ ലിപ് ബാമാട്ടോ യൂസ് ചെയ്യണത്. മുന്നേ ഒരു കമന്റിൽ ചോദിക്കണത് കണ്ടിരുന്നു, അതുകൊണ്ടാട്ടോ പറഞ്ഞത്. പിന്നെ ഞാൻ നേരെ റൂമിൽ വന്നിട്ട് ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാന്ന് കരുതി. അന്ന് ഹോസ്റ്റലിൽ വന്നതിന് ശേഷം പിന്നെ അതുമ്പോൾ തൊട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് റെഡിയാക്കുമ്പോൾ എൻ്റെ ബാഗിൽ കണ്ട കുറച്ച് സാധനങ്ങളാണ് കാണിച്ചിരുന്നത്. ഇതെല്ലാം തന്നെ എൻ്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളാണ്. ഭയങ്കര എസെൻഷ്യൽ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. പിന്നെ ഈ ഒരു ഫോട്ടോ ഉള്ള കാര്യം ഞാൻ മറന്നുപോയി. അങ്ങനെ ഓരോന്നോരോന്ന് കാണിച്ചു തന്നപ്പോഴേക്കും എൻ്റെ മൂഡ് അങ്ങോട്ട് പോയി. അപ്പോൾ ഇനി പിന്നെ ആക്കാന്ന് അങ്ങനെ അതങ്ങോട്ട് സൈഡിൽ നീക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഈദിനെടുത്ത കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാമെന്ന് ഇരുത്തി. ഇപ്രാവശ്യം ഞാൻ ബാംഗിൾസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെരുപ്പും പിന്നെ കുറച്ച് ഫാൻസികളും ജീൻസും ടോപ്പുമാണ് ഞാൻ ഈദിന് എടുത്തിട്ടുള്ളത്. പക്ഷേ ഈദിന് ഇൻഷാല്ല നമ്മൾ ചുരിദാറാണ് ഇടാൻ പോകുന്നത്, അതുകൊണ്ടാട്ടോ ഫാൻസി വാങ്ങിയത്. അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. ഞാൻ നീക്കുമ്പോൾ തന്നെ റനു ഉമ്മച്ചി ഇവിടെ ഇല്ലേനു കേട്ടോ. ഒരു പല്ല് ഡോക്ടറെ അടുത്ത് പോയതേനു. അപ്പോൾ ഞാനിതൊക്കെ ക്ലീൻ ആക്കുന്ന സമയത്ത് ഒരു വന്നു. റനു ബാറ്റൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ എനിക്ക് കാണിച്ചു തരാണ്. അങ്ങനെ കുറച്ചു നേരം അതൊക്കെ നോക്കിയിരുന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ പണികൾ തന്നെ ചെയ്യാൻ തുടങ്ങി. ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ ക്ലീനിങ് ഒക്കെ ഞാനാട്ടോ ചെയ്യലുള്ളത്. എനിക്കിപ്പോൾ സ്റ്റഡി ലീവ് ആണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു 1 വീക്ക് ആയിട്ട് വീട്ടിലുള്ളത്. മാർച്ച് 9th ഞങ്ങൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഞാൻ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഐസമിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയി. ഐസം ഇവിടെ ഇല്ലേനു, ഓൻ്റെ പപ്പൻ്റെ വീട്ടിലേനു. അപ്പോൾ ഓനെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി. തിരിച്ചു വരുമ്പോൾ നമുക്കൊരു ബോക്സും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഉമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായ ഒരു റമദാൻ ഹാമ്പർ ആയിരുന്നു. നല്ല രസം കേട്ടോ കാണാൻ. ഈ ഒരു ഖുറാനും പിന്നെ ഈ ഒരു സാധനവും പിന്നെ ഒരു സ്വലാത്തിന്റെ മെഷീനും പിന്നെ ഒരു തസ്ബീഹിന്റെ ഈ ഒരു മാല പിന്നെ ഒരു മാറ്റും ആണ് ഇതിൽ വരുന്നത്. ഇതെല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അമ്മച്ചിക്കോ ഒപ്പച്ചിക്കോ ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ പേജ് സ്ക്രീനിൽ കൊടുക്കാം. പിന്നെ ഞാൻ നമ്മുടെ ഓൺ പേജ് ആയിട്ടുള്ള പേസ്റ്റൽ അറ്റയറിലെ ഓൺ പ്രോഡക്റ്റ് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ പോകും. നമ്മുടെ പേജിൽ ഇപ്പോൾ ഹിജാബ്സ് മാത്രമല്ല ഇതുപോലത്തെ ഷോർട്ട് കുർത്തീസ് ഒക്കെ അവൈലബിൾ ആട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം, ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നപ്പോൾ ഇമ്മച്ചി എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ ഞാൻ ഈ ഒരു സമയത്ത് കുക്ക് ചെയ്യൽ വളരെ കുറവാന്നല്ല, ചെയ്യലില്ല. ഞാൻ ഇമ്മച്ചിന്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പാത്രം കഴിക്കാൻ വേണ്ടി മാത്രമാണ് കിച്ചണിലേക്ക് പോകല്. പക്ഷെ ഇന്ന് എനിക്ക് ഇത് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് അത്ര വലിയ സംഭവമൊന്നുമല്ല. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ അവിൽ മിൽക്കാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ബുദ്ധിമുട്ടി പണിയെടുക്കുന്നത് കണ്ടിട്ട് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് വളരെ വലിയ 2 കരങ്ങൾ വന്നിട്ടുണ്ട്. ഈ 2 കരങ്ങളെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ള സഹായങ്ങളായിരിക്കും. പിന്നെ അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ സഹായത്തിന്റെ ഗതി മാറാൻ തുടങ്ങും. പിന്നെ മുതൽ ഇതാ കരങ്ങൾ ഇതുപോലെ നീട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അങ്ങനെ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞ് ടേബിളൊക്കെ ഒന്ന് വൃത്തികേടാക്കിയപ്പോഴേക്കും നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാം. അപ്പോഴേക്കും ഇമ്മച്ചി അവിടെ പത്തിരിയൊക്കെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോമ്പൊക്കെ തുറക്കാനായപ്പോൾ നമ്മുടെ സമൂസയും പത്തിരിയും കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് അവൽ മിൽക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ ജ്യൂസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഞാൻ പാൻ കൊടുക്കാനായപ്പോഴേക്കും അവൽ മിൽക്കൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. ഈ ഒരു അവൽ മിൽക്കിന്റെ കിറ്റിൽ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ടും ടൂട്ടി ഫ്രൂട്ടി ഒന്നും അവൽ മിൽക്കിൽ ഉണ്ടാവണത് ഞങ്ങൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമില്ല, അതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും ബാങ്ക് കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ്